ജനുവരി മാസം 13-ാം തീയതി കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് നല്ലൊരു ദിവസമായി ദൈവം തീർക്കട്ടെ. ഇന്ന് നാം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായമാണ്. ആ അധ്യായത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അധ്യായം ഒരു സങ്കടകരമായ അധ്യായമാണ്, എന്നാൽ വലിയ സത്യങ്ങൾ പഠിപ്പിക്കുന്നൊരു അധ്യായമാണ്. നോട്ടത്തിൻ്റെ ശാപവും നോട്ടത്തിൻ്റെ അനുഗ്രഹവും, ശരിയായ കാഴ്ചപ്പാടിൻ്റെ അനുഗ്രഹവും തെറ്റായ കാഴ്ചപ്പാടിൻ്റെ ശാപവും വിവരിക്കുന്ന ഒരു അധ്യായമാണിത്. സമ്പത്ത് നന്നാണ്, സമ്പന്നന്മാരോടൊന്നും ദൈവത്തിനെതിരില്ല. പക്ഷേ സമ്പത്ത് സമാഹരിക്കുമ്പോൾ സത്യസന്ധമായ വഴിയിലല്ല അത് സമാഹരിക്കുന്നെങ്കിൽ അത് നമുക്ക് വലിയ ആപത്തായിട്ട് തീരും. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. ദ്രവ്യമുള്ളതല്ല, പണത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന ആ സ്നേഹവും ആഗ്രഹവും. സമ്പത്തുള്ള രണ്ട് കുടുംബങ്ങൾക്ക് ഒരുമിച്ച് ഒരു നാട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് എന്ന് അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ട് കൂട്ടർക്കും ആടുമാടുകളുണ്ട്. അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനാണല്ലോ ലോത്ത്. അതുകൊണ്ട് അബ്രഹാമിനുണ്ടായിരുന്നതുപോലെ പിതൃസ്വത്ത് ലോത്തിനും ഉണ്ടായിരുന്നു. അസ്വത്വം കൊണ്ടാണ് ലോത്ത് പോകുന്നത്. അബ്രഹാം അസ്വത്വം കൊണ്ടാണ് പോയത്. കനാൻ നാട്ടിൽ വന്ന് വർഷങ്ങൾ കൊണ്ടത് വളരെയധികം വർദ്ധിച്ചു. രണ്ട് കൂട്ടർക്കും ഇടയന്മാരുണ്ട്. ഈ ഇടയന്മാരെല്ലാവരും കനാനിലാണ് ആടുകളെ മേയ്ക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടാകാറുണ്ട്, സ്വാഭാവികമാണല്ലോ. ഒരു വീട്ടിലെ സഹോദരന്മാർക്ക് തമ്മിൽ, ഒരു പെറ്റമ്മയുടെ മക്കൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു രണ്ട് ബന്ധുക്കളുടെ ഇടയന്മാർക്ക് തമ്മിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പ്രശ്നമുണ്ടായി. ആടുകളെ എവിടെ മേയിക്കണം, പുല്ല് ആരുടേതാണ്, വെള്ളം ആരുടേതാണ്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന സംവാദങ്ങളൊക്കെ ഉണ്ടായി. അബ്രഹാം ഒരു ആത്മീയനായ മനുഷ്യനാണ്, ലോത്ത് അത്രയും ആത്മീയനായ മനുഷ്യനല്ല. അബ്രഹാം ആത്മീയനായ മനുഷ്യനായതുകൊണ്ട് ദേശത്ത് അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ വഴക്കുണ്ടാകുന്നത് സാക്ഷ്യത്തിന് നല്ലതല്ല എന്ന് അബ്രഹാം മനസ്സിലാക്കി. അതുകൊണ്ട് അബ്രഹാം ലോത്തിനെ വിളിച്ച് ലോത്തിനോട് പറഞ്ഞു, ലോത്തെ നോക്ക്, നമ്മുടെ സഹോദരന്മാരാണ്, നമ്മുടെ ഇടയന്മാർക്ക് തമ്മിൽ പിണക്കുണ്ടാകുന്നത് നമ്മുടെ സാക്ഷ്യക്കുറവാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, നീ ദേശം മുഴുവൻ നിൻ്റെ ഭാഗത്തുണ്ടല്ലോ, നീ നോക്കിക്കണ്ട് നിനക്ക് ഇഷ്ടമുള്ള ദേശം എടുത്തോളാൻ പറഞ്ഞു. നീ എടുത്തതിന് ശേഷമുള്ളത് ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞു. അതെ, ലോത്ത് അങ്ങനെ നോക്കി. ലോത്ത് ഭാര്യയുമായിട്ട് ആലോചിച്ച് കാണുമെന്നാണ് എൻ്റെ വിചാരം. ലോത്ത് നോക്കി, യോർദാൻ്റെ തീരങ്ങൾ കണ്ടു. യോർദാൻ നദിയിലൊന്നും വെള്ളമുള്ള നദിയാണ്. അതിൻ്റെ തീരങ്ങൾ ഇഷ്ടംപോലെ പുല്ല് വളരും. ഇവർക്ക് രണ്ടുപേർക്കും ആടുമാടുകളാണുള്ളത്. ലോത്ത് ഇടയന്മാരുമായി ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഈ യോർദാൻ്റെ തീരം അതിനോട് ചേർന്ന സ്ഥലങ്ങൾ നമുക്ക് എടുക്കാം. നമ്മുടെ ആടുകൾക്ക് ഒരിക്കലും വെള്ളമില്ലാതെയും തീറ്റയില്ലാതെയും വരികയില്ല. അക്കാര്യം അവർ അബ്രഹാമിനോട് പറഞ്ഞു. ഞാൻ ഈ യോർദാൻ്റെ തീരങ്ങൾ എടുത്തോളാമെന്ന് പറഞ്ഞു. അബ്രഹാം ഒന്നും പറഞ്ഞു, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എടുത്തു. നമ്മളതേക്കുറിച്ച് പറയുന്നത്, ലോത്ത് നോക്കി യോർദാൻ്റെ തീരങ്ങൾ നല്ലതെന്ന് കണ്ടു. സോദോമാണ് അടുത്ത പട്ടണമായി ഉണ്ടായിരുന്നത്. ആ സോദോമിനെ നോക്കിയപ്പോൾ വളരെ നല്ല സ്ഥലം, ഏദൻ തോട്ടം പോലെ നല്ല അനുഗ്രഹീതമായ ഒരു സ്ഥലമായിരുന്നു എന്നാണ് ലോത്ത് കണ്ടത്. അപ്പോൾ അങ്ങോട്ട് താനെ മാറി. അപ്പോൾ ലോത്തിൻ്റെ നോട്ടത്തിലൊരു തെറ്റ് പറ്റി. താൻ ഒരു കാര്യമേ നോക്കിയുള്ളൂ, ആടിന് പറ്റിയ ദേശം ഏതാണ്, ആടുമാടുകളെ തീറ്റുവാൻ പറ്റിയ ദേശം ഏതാണ്, എവിടെയാണ് പുല്ലും വെള്ളവും ഉള്ളത്, അതേ നോക്കിയുള്ളൂ. അത് നോക്കി താൻ പോയി. താനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വിചാരിക്കുന്നു അബ്രഹാമിൻ്റെ നിരാശ തോന്നിക്കാണാനൊരു സാധ്യതയുണ്ട്. കാരണം എന്താ, വെള്ളവും പുല്ലും ഉള്ള സ്ഥലം മുഴുവനും അവൻ തിരഞ്ഞെടുത്തല്ലോ. എന്നോട് നീ തിരഞ്ഞെടുത്തോളം പറഞ്ഞു എന്നുള്ളത് ശരിയാണെങ്കിലും അവനെ സ്വാർത്ഥമതിയായിട്ട് അത് മുഴുവൻ തിരഞ്ഞെടുത്തല്ലോ എന്ന് വിചാരിച്ച് കാണും. ഒരു പക്ഷേ സാറ പറഞ്ഞു കാണും, നിങ്ങളിങ്ങനെ വിശാല മനസ്സൻകായിരുന്നാൽ ശരിയാവില്ല. സഹോദരൻ്റെ മോനെയും കൊണ്ട് വന്നു, ഇപ്പോൾ കണ്ടില്ലേ, അവസാനം അവനെല്ലാം കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു കാണും. ഒരുപക്ഷെ അബ്രഹാമിൻ്റെ ഇടയന്മാരും അവർക്കിടയിലും ചർച്ചയുണ്ടായി കാണാൻ സാധ്യതയുണ്ട്. നമ്മുടെ യജമാനായ അബ്രഹാം വളരെ വിശാല മനസ്കനാണ്, അവൻ്റെ ബലഹീനതയാണ് ലോത്ത് എന്നുള്ളത്, കണ്ടില്ലേ അവനെല്ലാം കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അബ്രഹാമിനോട് പ്രത്യക്ഷനായി ദൈവം പറഞ്ഞത് എന്താണ്? ദൈവം പറഞ്ഞത്, നീ നോക്കി കൊള്ളാവുന്നൊരു സ്ഥലം തിരഞ്ഞെടുക്കാനല്ല ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞു, നീ ദേശത്തിൻ്റെ നെടുകയും കുറുകയും നടക്കുക എന്നാണ് പറഞ്ഞത്. നീ ദേശത്തിൻ്റെ നെടുകയും കുറുകയും നടക്കുക എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സെറ്റിൽ ഡൗൺ ചെയ്യാനല്ല പറഞ്ഞത്.
കാരണം കനാൻ നാട് മുഴുവനും അബ്രഹാമിൻ്റെ സന്തതിക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതിനുള്ള സമയം ആകുന്നത് വരെ അബ്രഹാം ചെയ്യേണ്ടത് എന്താണ്? നെടുകയും കുറുകയും നടക്കുക, ദേശത്ത് ആടുകളെ തീറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഏതെങ്കിലും പുല്ലും വെള്ളമുള്ള ഒരു സ്ഥലത്ത് സെറ്റിൽ ഡൗൺ ആകരുത്. ദൈവം അബ്രഹാമിനൊരു സെറ്റിൽ ഡൗൺ ലൈഫല്ല കൊടുത്തത്, ഒരു പിൽഗ്രിമേജാണ് കൊടുത്തത്, ഒരു പിൽഗ്രിമിൻ്റെ ലൈഫാണ് കൊടുത്തത്, ഒരു പരദേശിയുടെ ലൈഫാണ് കൊടുത്തത്, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ലൈഫാണ് കൊടുത്തത്. അപ്പം നാം പരദേശികളായിട്ടാണ് ഈ ലോകത്ത് വസിക്കുന്നത്. സുവിശേഷത്തിന് വേണ്ടി കൂടാരം മാറ്റി മാറ്റി അടിച്ച് ജീവിക്കേണ്ടവരാണ് നാം. അതെ എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ പിന്നെ സംഭവിച്ചത് എന്താണെന്ന്. ലോകത്ത് തിരഞ്ഞെടുത്തതായിരിക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ തിക്തഫലം അവൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. സമ്പത്ത് മാത്രം നോക്കി നാം തീരുമാനങ്ങൾ ചെയ്യുമ്പോൾ ആ തീരുമാനങ്ങൾ നമുക്ക് ദോഷമായിട്ട് വരും. സമ്പത്ത് സമ്പാദിച്ച് കൂട്ടുമ്പോൾ അവസാനം ആ സമ്പത്ത് നമ്മെ കുഴിച്ചു മൂടുവാനായിട്ടിടയാകും. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. ലോത്ത് തിരഞ്ഞെടുത്തതായിരിക്കുന്ന പ്രദേശം സോദോം ഗൊമോറ ദൈവഭയമില്ലാത്തൊരു പ്രദേശമായിരുന്നു. ദൈവഭയമില്ലാത്തൊരു പ്രദേശം സമ്പത്തിന് വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ അതിൻ്റെ അനുഗ്രഹക്കേടെല്ലാം വന്നു നമുക്കറിയാം. പിൽക്കാലത്ത് ലോകത്തിൻ്റെ കുടുംബത്തിന് സംഭവിച്ചതല്ല. അതുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ, നമ്മുടെ നോട്ടങ്ങൾ ശരിയായിരിക്കണമെന്ന് ഞാൻ പറയട്ടെ. സ്വാർത്ഥതയോടുകൂടി സമ്പത്തുണ്ടാക്കുവാനായി നാം നോക്കുമ്പോൾ നാം കാണാതെ പോകുന്ന പലതുണ്ട്. നമ്മുടെ കുടുംബത്തിന് താമസിക്കുവാൻ കൊള്ളാകുന്ന സ്ഥലമാണോ, മക്കളെ വളർത്താൻ കൊള്ളാകുന്ന സ്ഥലമാണോ, ദൈവഭക്തിയുള്ള സ്ഥലമാണോ, ദൈവാരാധനയ്ക്കുള്ളാകുന്ന സ്ഥലമാണോ, ഇതൊക്കെ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ലോത്തിനെ പോലെ സ്വാർത്ഥതയോടുകൂടെ ഭൗതികമായ നന്മയ്ക്ക് വേണ്ടി മാത്രം നാം കാണുകയും ചിന്തിക്കുകയും ചെയ്യാതെ അബ്രഹാമിനെ പോലെ ദൈവം പറയുന്നത് കേട്ട് പരദേശിയായി ഈ ഭൂമി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.